ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റാർക്കോ വേണ്ടി ഭാരമേറ്റെടുക്കുന്ന ചില മനുഷ്യരെ ഓർത്തു പോകുന്നുണ്ട് കുരിശിൻ്റെ വഴിയിലെ രണ്ടാം സ്ഥലത്ത്. ക്രിസ്തു കുരിശു ചുമക്കാണ്. ശരിക്കും പറഞ്ഞാൽ എത്രയോ മനുഷ്യരുടെ തോളിന്മേൽ ഇങ്ങനെ ഭാരമറിയാത്ത നുകങ്ങൾ അവരെ ഏറ്റെടുക്കുന്നുണ്ടെന്നറിയാമോ? ഡിവോഴ്സായിട്ട് വന്ന് നിൽക്കുന്നൊരു മകള്, അവൾക്ക് 2 മക്കൾ. അവരെ പോറ്റാൻ വേണ്ടി ഇപ്പോഴും 70 വയസ്സുള്ള അപ്പച്ചൻ ജോലിക്ക് പോകുന്നുണ്ട്. അയാൾക്ക് പരാതിയൊന്നുമില്ല. രണ്ടാം സ്ഥലത്തെ ക്രിസ്തുവിനെ കണക്ക് സ്നേഹപൂർവ്വം മറ്റുള്ളവരുടെ നുകങ്ങൾ സ്വന്തം തോളിലേക്ക് ഏറ്റെടുക്കുന്ന ചില മനുഷ്യർ. ആങ്ങള മരിച്ചുപോയ, ആരുമില്ലാതായി പോയ ആങ്ങളയുടെ കുഞ്ഞിനെ സ്വന്തം മക്കളോടൊപ്പം ഉന്നത പഠനത്തിനായിട്ട് വിടാനായിട്ട് ആ സ്ത്രീ തീരുമാനിക്കുമ്പോൾ അവർക്ക് നഷ്ടപ്പെടുന്നത് അവരുടെ സ്വന്തം വീടാണ്. തിരിച്ചൊരു വാക്ക് പോലും പറയാതെ കട്ട സപ്പോർട്ടായിട്ട് അവരുടെ കൂടെ നിൽക്കുന്ന ഭർത്താവ് ഇപ്പോൾ ജോലിക്ക് പോയിട്ട് കിട്ടുന്ന കൂലി കൃത്യം 2ആയിട്ട് ഭാഗിക്കുന്നുണ്ട്. അവരുടെ മക്കൾക്ക് ഉന്നത പഠനത്തിന് വേണ്ടി, അതുപോലെ തന്നെ ഈ കുഞ്ഞിനും ഈ പെൺകുട്ടിക്കും അവരുടെ പഠനത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ കണ്ണ് നിറഞ്ഞല്ലാതെ കാണാൻ പറ്റില്ല ചില മനുഷ്യരെ. ദൈവമേ, എത്രയോ പേരുടെ തോളിലാണ് നിൻ്റേതുപോലുള്ള അവർ ഭാരമറിയാതുള്ള സ്നേഹത്തിൻ്റെ കുരിശുകൾ ഏറ്റെടുക്കുന്നതെന്ന് ഓർക്കുമ്പോൾ നമുക്ക് വലിയ സ്നേഹം തോന്നും ഈ മനുഷ്യരോട്. ഒരുപാട് കർത്താവ് പറഞ്ഞിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സ്നേഹം തോന്നിക്കുന്നൊരു ഉപമയുണ്ടല്ലോ, നല്ല സമരിയക്കാരൻ്റെ ഉപമ. അയാൾക്ക് എന്താവശ്യം ഉണ്ടായിരുന്നേ? ഒരാവശ്യം ഉണ്ടായില്ല. പക്ഷേ അയാൾ ഏറ്റെടുക്കുന്നത് ഇങ്ങനെ കുരിശാണെന്ന് ഓർത്തിട്ടല്ല, ആ കിടക്കുന്ന ഒരാൾ തൻ്റെ സഹോദരനാണെന്ന് ഓർത്തിട്ടാണ്. ഒരു കുഞ്ഞ് പോളിയോ ബാധിച്ച തൻ്റെ സഹോദരനെയും ചേട്ടനെയും കൊണ്ട് ഇങ്ങനെ എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നത് കാണാറുണ്ട് വഴിയിൽ. മനുഷ്യരൊക്കെ വലിയ സഹതാപത്തോടെയാണ് ഈ കൊച്ചിനെ നോക്കണേ. കാരണം ചെറുപ്പമാണ്, അവനേക്കാൾ വലിയ ചേട്ടൻ അവനെയും കൂട്ടിക്കൊണ്ട് എല്ലാ ദിവസവും ഈ സ്കൂളിൽ പോയി വരുന്നുണ്ട്. ഇടയ്ക്കൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട്, വലിയ ഭാരമാണല്ലോ മോനെ. അപ്പോൾ അവനിങ്ങനെ സ്നേഹത്തിൻ്റെ ഒരു ചിരി കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഭാരമൊന്നുമല്ല എൻ്റെ ചേട്ടനാണ്, ഭാരമൊന്നുമല്ല എൻ്റെ ചേട്ടനാണ്. പണ്ടും ഇപ്പോഴും അതിന് എനിക്ക് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ലെന്ന് തോന്നുന്നു. പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പോയിരുന്നപ്പോൾ നമ്മളെപ്പോഴും കണ്ടിരുന്നൊരു കാഴ്ചയാണ്, അനിയത്തിയുടെയോ അനുജൻ്റെയോ ബാഗ് വാങ്ങിച്ച് ഇങ്ങനെ കൈ പിടിക്കുന്ന ചേട്ടനോ ചേച്ചിയോ. അത് ഇപ്പോഴും മിക്കവാറും സ്കൂളിൽ പോകുന്ന സഹോദരങ്ങളുണ്ടെങ്കിൽ, ചെറിയ പിള്ളേരാണെങ്കിൽ അവർ സ്നേഹപൂർവ്വം ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന ബാഗുണ്ട്. അനിയന്മാരാണെങ്കിൽ, അനിയത്തിമാരാണെങ്കിൽ ചേട്ടനോ ചേച്ചിയോ ഇങ്ങനെ അത് മേടിച്ച് പിടിക്കും. അവർ ഫ്രീ ആയിട്ട് നടന്നോട്ടെ എന്ന് പറയും. ആ സമയത്തൊന്നും ആ ബാഗിന് നമുക്ക് ഭാരം തോന്നിയിട്ടില്ലല്ലോ. രണ്ടാമത്തെ കുരിശിൻ്റെ വഴിയുടെ സ്ഥലം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇത് തന്നെയാണ്. സ്നേഹപൂർവ്വം ഏറ്റെടുക്കുന്ന കുരിശുകൾക്ക് ഭാരം ഉണ്ടാവില്ല എന്നേ. കർത്താവിൻ്റെ നാമത്തെ പ്രതി അവൻ കാണിച്ച സ്നേഹം കണക്ക് കൂടെയുള്ളവരുടെ ചില പ്രയാസങ്ങളിലെങ്കിലും ഒന്ന് ചേർന്ന് നിൽക്കാനും അവരുടെ ഭാരങ്ങൾക്കൊന്ന് തോളു കൊടുക്കാനും സാധിക്കട്ടെ എന്ന് ഈ കാലത്തൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം. അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തു തുടങ്ങണം നമുക്ക്. കർത്താവ് അതിന് നമ്മളെ ഈ കാലം കൊണ്ട് ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ.